അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി ജോളോ ചിപ്പ് ടേസ്റ്റ് നോക്കൽ. നമ്മൾ ഇതിന് മുന്നൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ജോളോ ചിപ്പ് ടേസ്റ്റ് നോക്കുന്നത് തന്നെയാണ്. പക്ഷേ ആ ജോളോ ചിപ്പല്ല ഇത് ജോളോ ചിപ്പിൻ്റെ തേർഡ് വെർഷനാണ്, ചോക്ലേറ്റ് ജോളോ ചിപ്പ്. അപ്പോൾ സാധാരണ നമ്മൾ മുന്നേ കഴിച്ച മറ്റേ ജോളോ ചിപ്പിനേക്കാളും ഭയങ്കര എരിവാണെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളൊരു യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടപ്പോൾ നമ്മളെ വെല്ലുവിളിച്ചിരിക്കുകയാണ്. ഫിറോസൊക്കെ തിന്നിട്ട് എരിവില്ല പറയാൻ പറ്റില്ല, അത്ര എരിവാണ്, ഭയങ്കര സംഭവമാണെന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ജോളോ ചിപ്പ് കഴിച്ചപ്പോൾ അതിന് യാതൊരു വലിയ എരിവില്ല എന്ന് പറയല്ല, പക്ഷേ അത്ര വലിയ എരിവാരും തോന്നിയില്ല അല്ലേ. അപ്പം നമ്മളതിനെ എന്താ പറയുക, ഇതുപോലൊരു പെട്ടിയിലാക്കി നമ്മൾ ഉറക്കിയതാണ്. വീണ്ടും ജോളോ ചിപ്പ് വീണ്ടും വന്നിരിക്കുകയാണ്. ചോക്ലേറ്റ് ആണ്, ഇതിനകത്ത് എന്തെങ്കിലും വലിയ സംഭവമാണ്, ഭയങ്കര എരിവാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളെന്തായാലും ഇത് ടേസ്റ്റ് നോക്കാൻ വേണ്ടി പോകണം. ചെറിയൊരു ചാലഞ്ചോട് കൂടിയിട്ടുള്ള ഒരു ടേസ്റ്റിങ്ങാണ് നമ്മൾ നടത്താൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ കുറച്ച് ലഡു സാധനങ്ങളൊക്കെ കാണാം. അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്ക് ഈ ജോളോ ചിപ്പ് എന്താണ്, എന്താ സംഭവം എന്നുള്ളത് കാണാം. ബോക്സൊക്കെ ഏകദേശം സെയിം തന്നെ, പക്ഷേ അത് ഇതാണ് ചോക്ലേറ്റ് ഹോട്ടസ്റ്റ് ചോക്ലേറ്റ് ചാലഞ്ച് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ജോളോ ചിപ്പിൻ്റെ കമ്പനി തന്നെ അവർ പുതിയ ബ്രാൻഡായിട്ട് ഓരോരോ രുചിയിൽ അവർ ഇറക്കണമെന്ന് മാത്രം. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് പൊട്ടിച്ചിട്ട് ഇതെന്താ സംഭവം നോക്കട്ടാ. അല്ല മുന്നേ വന്ന പോലെ തന്നെ, പക്ഷേ ഇതിൻ്റെ കവറിൻ്റെ സ്റ്റൈലും ഡിസൈനൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് ചോക്ലേറ്റ് ആയതുകൊണ്ട് ഫ്രീസറിൽ വെക്കണം എന്നുള്ളതാണ്. ഫ്രീസറിൽ വെച്ച് വേണം ഉപയോഗിക്കാനായിട്ട് കേട്ടോ. നല്ല ഫ്രിഡ്ജ്, തണുത്ത ഫ്രിഡ്ജ് എന്നാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ മുന്നേ ഉണ്ടായിരുന്ന അതേപോലെ തന്നെ കരോളിന പെപ്പർ എന്ന് പറഞ്ഞൊരു സാധനമാണ് ഇതിന് എരിവിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. 249 രൂപയാണ് ഇതിന് വില. ഭയങ്കര സംഭവമായിട്ട് താറയിപ്പി പിന്നെ എന്തൊക്കെയോ സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നതിന് മുന്നേ നമ്മളെന്തായാലും നമ്മുടെ കുറച്ച് സുഹൃത്തുക്കളുണ്ട്, അവരെയും കൂടി വിളിച്ചിട്ട് വേണം നമുക്ക് ചലഞ്ച് ചെയ്യാനായിട്ട്. നമ്മൾ മാത്രം കഴിച്ചാൽ നിങ്ങൾ നുണയാന്ന് പറയും, ഞങ്ങളത് എരിവില്ല എന്ന് പറഞ്ഞത് പറയാം. അപ്പോൾ കുറച്ച് ഒരു 5-6 പേര് ഇരുന്ന് കഴിപ്പിക്കാം അല്ലേ. എന്നിട്ട് നമുക്ക് എന്താണ് ഇതിൻ്റെ എരിവ് കാര്യങ്ങളൊക്കെ നമുക്ക് തീരുമാനം എടുക്കാം. അപ്പോൾ വരെ കുട്ടികളെ, അപ്പോൾ നമ്മൾ കുറച്ച് സുഹൃത്തുക്കളുണ്ട്, നമുക്ക് എന്തായാലും ഈ സംഭവം അല്ലേ ടേസ്റ്റ് നോക്കാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ചാലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു അരക്കോഴി ഒരു 3 മിനിറ്റിന് മുന്നേ ആര് കഴിക്കണോ, അത് അരക്കോഴി ഉണ്ടോ പകുതി നമ്മൾ ഇതാണ് മുറിഞ്ഞാണേ. അപ്പോൾ 3 മിനിറ്റ് മുന്നേ ആര് കഴിക്കണോ അവർ വിജയിച്ചു അല്ലേ. ഏറ്റവും ലാസ്റ്റ് കഴിക്കുന്ന ആൾ ഈ ജോളോ ചിപ്പ് കഴിച്ച് ടേസ്റ്റ് പറയണം കേട്ടോ. അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. അപ്പോൾ ആജി കറക്റ്റായിട്ടുള്ള ഇത് പറയണം കേട്ടോ കഴിച്ചിട്ട്. എന്നാ രതീഷേ, അപ്പോൾ ഇതെടുത്ത് മാറ്റാം അല്ലേ. അപ്പോൾ നമ്മുടെ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇതിൽ ലാസ്റ്റ് ആരാണോ കഴിക്കണം അയാൾ ജോളോ ചിപ്പ് കഴിക്കണം കേട്ടോ. അപ്പോൾ ജോളോ ചിപ്പ് കഴിച്ച് 5 മിനിറ്റ് എരിവില്ലാത്തവരാരാണോ അവർക്ക് 150 ലഡു അല്ലേ. ബാക്കിയുള്ള ജോളോ ചിപ്പ് വീട്ടിൽ കൊണ്ടുപോകാം, എല്ലാവരും കുടുംബത്തോടെ കഴിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ടൈമർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. 3 മിനിറ്റ് ഇട്ട സമയം സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതാ സെക്കൻഡ് സ്റ്റാർട്ടായി തുടങ്ങിയിട്ടുണ്ട്. കഴിച്ചോളെ. ഇതാണ് എപ്പോഴും ഫസ്റ്റ് കഴിക്കുന്നത്, ഞാൻ മുടില്ല. സംഭവം അല്പം ഫുൾ ടേസ്റ്റ് ആണ്. ഇതിലും തീർന്നു. ഞാൻ രതീഷ് ഏകദേശം കഴിച്ചുട്ടാ. ഇവരൊക്കെ തോൽവിയാണ്, വൻ തോൽവി. അപ്പോൾ എങ്ങനെ ടേസ്റ്റ്, ഇവർക്ക് എല്ലാവർക്കും ടേസ്റ്റ് നോക്കാം. നമുക്കൊരു പണി ചെയ്യാം, എല്ലാവർക്കും ടേസ്റ്റ് നോക്കട്ടാ. ലഡു ഒന്ന് കേട്ടാ നമുക്ക് നാട്ടുകാർക്ക് കഴിച്ചു കൊടുക്കാം. എല്ലാവരും തോറ്റു. 3 മിനിറ്റ് കൊണ്ട് അരക്കോഴി ശരി കഴിക്കാൻ പറ്റില്ല. ചിലപ്പോൾ ഇത്തിരി ശക്തി പിടിച്ചാണെങ്കിൽ നമ്മൾ കഴിച്ചിട്ടുണ്ടാവില്ലേ, കുറച്ചേ കൊണ്ട് ബാക്കി തന്നെ സംഭവം പണിയാണ്. അതാണ് അൽഫാമിൻ്റെ രുചി കൊണ്ട് പെട്ടെന്ന് ഇറക്കാനും തോന്നുന്നില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് അൽഫാം. അപ്പോൾ നമുക്ക് എന്തായാലും ജോളോ ചിപ്പ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ സംഭവം നോക്കാം. അപ്പോൾ നമ്മുടെ ജോളോ ചിപ്പ് നമ്മൾ പൊട്ടിച്ച് നോക്കാൻ വേണ്ടി പോകട്ടാ. ഇതൊരു വ്യത്യസ്തമായ സംഭവമൊക്കെയാണെന്നാണ് പറഞ്ഞത്. എന്താ സംഭവം എന്നുള്ളത് അത് അലിഞ്ഞു പോയാ രതീഷേ. ഇതാ അലിഞ്ഞു തുടങ്ങിയിട്ട് ആ തണുപ്പ് പോരാ അല്ലേ. പാലക്കാടിൻ്റെ ചൂടിലാണ്. അതെ, പാലക്കാടിൻ്റെ ചൂടാട്ടാ. അപ്പോൾ ഈ സംഭവം ഉണ്ടല്ലോ ശരിക്കും ഇപ്പോൾ ഇതല്ലിട്ട ഷേപ്പ്, ഒരു പ്രത്യേക ഷേപ്പ് നമ്മളോട് വീഡിയോയിൽ കാണിക്കുക. ഈ ഒരു ഷേപ്പിലാണ് ശരിക്കും ഇത് ഉണ്ടാകുക. ഇവിടുത്തെ ഭയങ്കര ചൂടല്ലേ ഇവിടെ. നമ്മളിപ്പോഴും ഫ്രീസറിൽ വെച്ചിട്ടാണ് ഈ സാധനം കൊണ്ടുവന്നിട്ട്, പക്ഷെ എന്നിട്ടും ഈ സാധനം അലിഞ്ഞിരിക്കണം. എന്തായാലും നമ്മൾ വിടില്ല, അലിഞ്ഞാലും ശരി എന്തായാലും ശരി നമ്മളിത് കഴിച്ച് നോക്കണമല്ലോ.
ഇതിൻ്റെ മണം അങ്ങനെ നോക്കട്ടാ. ഓ മോനെ, അടിപൊളി മണം. ഭയങ്കര എരിവിൻ്റെ ഒരു മണമാണ്. എല്ലാവരും എടുത്തോളെ, തുറന്നോളെ, ഫുള്ളായി തുറക്കേ. നമുക്ക് ഇത് വലിച്ചു വെച്ച് തിന്നേണ്ടി വരുന്നു കേട്ടാ. ഇങ്ങനെയായിട്ടാ സംഭവം. ഇതൊരു നമ്മൾ മുന്നേ വീട്ടിൽ കാണിച്ച ആ ഒരു ഷേപ്പിലിരിക്കുന്ന ഒരു സാധനം കേട്ടോ അത്. പക്ഷെ ഇതിൽ നമ്മളെ പാലക്കാട് 40 ഡിഗ്രി 45 ഡിഗ്രി ചൂടാണ്. അപ്പോൾ ഇതാണ് കേട്ടോ സംഭവം. ഇതെന്തായാലും വലിച്ച് തിന്നണം. പൂർണ്ണമായിട്ട് കാലിയാക്കണത് ആരാണോ അവർക്ക് ഇന്ന് ലഡ്ഡു കിട്ടുള്ളൂ കേട്ടോ. എന്നാലും ഞാനൊന്ന് കഴിച്ചതുകൊണ്ട് ചോക്ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ മുന്നേ നമ്മുടെ ചിപ്സ് പോലെ ആയിരുന്നു അല്ലേ. ഇത് ജോളോ ചിപ്പല്ലത്, ഇത് ചിപ്സ് അല്ല, ചോക്ലേറ്റ് ജോളോ ചിപ്പാണ്. അതാണ് പ്രശ്നം. എന്തായാലും ഞാനൊരു ലേസം കഴിച്ചതോട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല മധുരം. ചോക്ലേറ്റിൻ്റെ അല്ല, ആദ്യം കഴിക്കുമ്പോൾ ചോക്ലേറ്റിന് ടേസ്റ്റ്, ചോക്ലേറ്റിന്റെ ടേസ്റ്റ് ഉണ്ട്. എരിവുണ്ട് കേട്ടാ. പിന്നെ എരിവുണ്ട്. 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 നമ്മൾ മുന്നേ കഴിച്ച പോലെ തന്നെ നമ്മൾ നേരത്തെ ചോളച്ചപ്പ് കഴിച്ചില്ലേ, അതിൻ്റെ ടേസ്റ്റ് ആണുള്ളത്. ഇതാ ചോക്ലേറ്റ് പറഞ്ഞാൽ സൂപ്പർ ചോക്ലേറ്റ്. അത്രയില്ല, എന്നാലും വരില്ല. ഒരു കുറച്ച് നേരം കഴിയുമ്പോഴാണ് ആ ഒരു ഇത് നിൽക്കും വരും. ഇതിനുള്ളിലൊക്കെ പോച്ചുണ്ട്. ചിലവർക്ക് ശരിയാവും, ചിലവർക്ക് ശരിയായില്ല. ചൂടിന്റെ കളി സംഭവേ മറ്റേ പോലെ കുറച്ച് നല്ല എരിവുണ്ട് കേട്ടത്. അതെ, ഇതിൻ്റെ ഒന്ന് കാണാനില്ല. കംപ്ലീറ്റ് തൊട്ടാ സംഭവം എരിവുണ്ട്. കാണാട്ടെ എങ്ങനെയുണ്ട്. നമ്മുടെ നേരത്തെ മറ്റേ ജോളോ ചിപ്പാണുണ്ടല്ലോ, അത് ചിപ്സ് പോലെയുള്ള ഫീലാണ്. ഇത് ചോക്ലേറ്റ് പോലെ ആയതുകൊണ്ടേ സംഭവം ഞാൻ കുറച്ചൊക്കെ തിന്നു. ഇത് മൊത്തം ഇങ്ങനെ ഇതായിപ്പോയി. എന്തായാലും ലാസ്റ്റ് ഒന്നുകൂടി തിന്ന് നോക്കാം. എക്സ്പ്രഷൻ കണ്ട് നോക്കാം. ഞങ്ങൾ വിട്ടില്ല പറഞ്ഞിട്ട് അച്ഛനുണ്ട്. എരിവുണ്ടല്ലേ? ചിലർക്ക് എരിഞ്ഞ് ചിലർക്ക് എരിയില്ല. കഴിഞ്ഞ ഓ രതീഷേ, ഞാൻ നിർത്തിയിട്ടാ. എരിവുണ്ട്, പക്ഷേ വേറെ എന്തൊക്കെ ഒരു ഫീല് അല്ലേ. മുന്നത്തെ ചോള ചിപ്പ് അത്ര പ്രശ്നമില്ലാട്ടാ, ഇതിൽ പ്രശ്നം. പക്ഷേ മറ്റേ വീടിനൊക്കെ പറയും പോലെ വലിയ എരിവൊന്നുമില്ല അല്ലേ. ഒരു നോർമൽ ആദ്യം കഴിക്കുമ്പോൾ ഒരു ചെറിയൊരു എരിവുണ്ടല്ലേ, അല്ല വലിയ സംഭവമൊന്നുമല്ല. അങ്ങനെ ഞാൻ പാല് കുടിക്കാൻ വേണ്ടി പോകണം. എനിക്ക് മറ്റേ ലഡ്ഡു വേണ്ട, ഒന്നും കൊണ്ട് നോക്കാം. വലിയ എരിവുണ്ടായിട്ടില്ല. ഈ നാക്ക് തൊണ്ട ഇവിടെ ഇരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് തേരിയില്ലടോ. ചോക്ലേറ്റ് എരിവല്ലേ, അതറിയില്ല. ഉൾപ്പോടമുള്ള എരിവാണ്. അപ്പോൾ എന്തായാലും 5 മിനിറ്റ് ഇരുന്ന് നോക്കട്ടാ. 5 മിനിറ്റ് ഇരുന്നിട്ട് വല്ല ഛർദിയോ ഓക്കാനോ അല്ലേ. നിങ്ങൾക്ക് നല്ല എരിവുണ്ടല്ലേ. പാല് വേണേൽ കുടിച്ചോലേ. നോക്കട്ടെ, ലഡ്ഡു കൊടുക്കാൻ പറ്റുമോ നോക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ഇതിവിടെ ആണ് എരിവുതാ അല്ലേ. ഇവിടെ ചുണ്ട് കയ്യിലൊക്കെ വെച്ച് തേച്ചിട്ടുണ്ട്. എൻ്റെ മൂക്കൊക്കെ മൂക്കിൽ കഴിക്കുന്നു. അപ്പോൾ എന്തായാലും 5-10 മിനിറ്റ് ഇരിക്കണം. ഇരുന്നിട്ട് എന്താ സ്ഥിതി നോക്കണേ. വരുന്നൊരു കുഴപ്പമില്ല. നീ കഴിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഇതൊക്കെ ഇവിടെ ഇരിക്കട്ടെ. 10 മിനിറ്റ് റെസ്റ്റ് എടുക്കാം. റെസ്റ്റ് എടുത്തിട്ട് എരിവുണ്ട് ഇല്ലയെന്ന് ഉള്ള പറയാം. അപ്പോൾ ലഡ്ഡു രതീഷിനും വിനീഷിനും ഒരു പാക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ബാക്കി നമ്മളൊക്കെ എല്ലാവരും മുഴുവനായിട്ട് കഴിച്ചിട്ടില്ല കേട്ടോ. അതുപോലെ തന്നെ ഐസ്ക്രീമൊന്നും എടുത്തിട്ടില്ല. ഇപ്പോൾ എടുക്കാൻ വേണ്ടി പോകണം. ഞാൻ എന്തായാലും കുറച്ച് ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി പോകണം. ഞാൻ തോറ്റല്ലോ. ജയിച്ചല്ലേ കൊടുക്കേണ്ടത്. പക്ഷേ വലിയ എരിവൊന്നുമില്ല കേട്ടോ അല്ലേ. വലിയ എരിവ് പറയാനൊന്നുമില്ല. കഴിക്കുമ്പോഴൊരു പോച്ചൽ. അത് കഴിഞ്ഞ് ഇപ്പോൾ എരിവ് എവിടെ അറിയോ, ഇവിടെ ഈ വായി
ഈ ഭാഗത്ത് അല്ലേ? ആണോ? എരിവുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. എരിവുണ്ട്, ഒരു നോർമലിൽ കൂടുതൽ എരിവ്. കഴിഞ്ഞ ചോളച്ചിപ്പിനേക്കാളും ഒരു മടങ്ങും കൂടെ എരിവ് ഇതിനുണ്ട്. രാജി എരിവില്ലേ? എരിവുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരേ രീതിയായിരിക്കില്ല. പിന്നെ ഇവർ രണ്ടാണ് പകുതി വരെ കഴിച്ചത്. കർണാടക ഏകദേശം കഴിച്ചു തോന്നുട്ടാ. കർണാടകയിൽ ലഡു കൊടുക്കാം എന്നറിയാം. കർണാടക ഏകദേശം മുക്കാലും കഴിച്ചു. കംപ്ലീറ്റ് കഴിച്ചത് രതീഷും വിനേഷുമാണ്. അപ്പോൾ എന്തായാലും ലഡു എങ്ങനെയുണ്ട്? കഴിച്ചു നോക്ക്. ഇനി കഴിച്ചോ? സമയം കഴിഞ്ഞേ, ഒരു 10-15 മിനിറ്റായി. ഞങ്ങളിപ്പോൾ എരിഞ്ഞ് ഉരുണ്ടിപ്പോൾ മറിയുന്നൊക്കെ പണ്ടപ്പോൾ ഇരുന്നതാണ്. അത്ര ഒന്നുമില്ലല്ലേ? അപ്പോൾ എന്തായാലും ഇത്തവണയും ചോളച്ചിപ്പ് പകുതി തോറ്റിരിക്കണം. പക്ഷെ അത് മെൽറ്റായി പോയിട്ടാ. മെൽറ്റായി പോയിട്ട് ഒരു ഉണ്ടപോലെ സാധനം, നല്ല അടിപൊളി സാധനം കിട്ടുമായിരുന്നു. അപ്പോൾ എന്തായാലും ഇനി അടുത്ത ചോളച്ചിപ്പ് വരുമ്പോൾ എരിവണ്ടിയിൽ അറിയിക്കും. അപ്പോൾ വെല്ലുവിളി സ്വീകരിച്ച നമ്മളെ വെല്ലുവിളിച്ച ആളുകളുടെ അടുത്ത് പറയാനുള്ളത്, ചിലപ്പോൾ ഞങ്ങൾ പാലക്കാട്ടുകാർ കുറച്ച് കൂടുതൽ എരിവ് കഴിക്കുന്ന ആളുകളാണ്. എരിവും രസം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്, നമ്മുടെ സൂപ്പ് ഇതൊക്കെയാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ പൊതുവേ എരിവ് കുറച്ച് അധികം കഴിക്കുന്ന ആളുകളാണ്. എരിവ് കഴിക്കാത്ത ആളുകളാണെങ്കിൽ ഇതൊരിക്കലും കഴിക്കരുത്. സംഭവം വയറിക്ക് പോയിഞ്ഞാൽ എനിക്ക് വയറ്റിലിപ്പോൾ പോയിച്ചിട്ടുണ്ട്. മുന്നേ ചോളച്ചിപ്പ് കഴിച്ചപ്പോൾ അത്ര പ്രശ്നമില്ലായിരുന്നു. പക്ഷെ അതുണ്ട്. പിന്നെ കുട്ടികളൊന്നും ഒരു കാരണവശാലും കഴിക്കരുത്. ഇതിന് നമ്മൾ പ്രോത്സാഹിപ്പിക്കല്ല. അത് ഇത് എന്താ പറയുക, ഒരു ജസ്റ്റ് ഒരു ടേസ്റ്റ് നോക്കാൻ വേണ്ടി വാങ്ങിയതാണ്. നിങ്ങൾ ആരും വാങ്ങണമെന്ന് നമ്മൾ നിർബന്ധിക്കില്ല. 299 റുപ്യാണ്, 249 രൂപയാണ് ഇതിൻ്റെ വില. അപ്പോൾ നമ്മൾ ഇനി ഒരെണ്ണം ബാക്കിയുണ്ട്. ആരും നമ്മൾ കുട്ടികൾക്ക് ടേസ്റ്റ് നോക്കാൻ വേണ്ടി. അപ്പോൾ ഈ വീഡിയോ വൈൻഡപ്പിയാണ്. വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് നമ്മുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നത് നമ്മുടെ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള ബെല്ലേ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോ എല്ലാം നിങ്ങൾ നോട്ടിഫിക്കേഷൻ എത്തിച്ചു തരും. അപ്പോൾ ഇതിൽ നല്ല അടിപൊളി വീഡിയോ വേണ്ടി വീണ്ടും കാണാം. ബൈ. ലഡു ഒന്ന് കഴിച്ചു നോട്ടാ. ലഡു നല്ല ടേസ്റ്റ് ഉണ്ടാ. ഞാൻ ലഡു മുഴുവൻ വീട്ടിൽ കൊണ്ടുപോകണ്ട. ഇല്ല, പിള്ളേർ ഒരുപാടുണ്ട് നമ്മുടെ കളിക്കുന്ന പിള്ളേരെ. അത് കൊടുത്തിട്ടാ കൊണ്ടുപോകണം. അത് കൊടുത്തിട്ടാ. അപ്പോൾ ഓക്കെ, ബൈ.